നല്ല ഭംഗിയുള്ള ഗപ്പിക്കുട്ടന്മാരെ കാണിച്ചു തരാം. കുട്ടന്മാരും ഉണ്ട്, കുട്ടികളും ഉണ്ട്, അവരുടെ കുട്ടികളും ഉണ്ട്. ഇവരൊക്കെ ടബിൽ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവരൊന്നും വളർന്നിട്ടും അവന്മാരുടെ ഭംഗികൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. ഇപ്പം അതുകൊണ്ട് പലിശയും ചേർത്ത് നമ്മൾ ആസ്വദിച്ച് കളയാം. കണ്ടോ അവിടെ ഓടിക്കളിക്കുന്നുണ്ടോ? ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ചിന്നു? ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എയറേഷൻ ഇല്ലാതെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബൗളിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. നല്ലോണം പെട്ടെന്ന് ബ്രീഡാവും. മഴയും വെയിലും ഒന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഭയങ്കര ഭംഗിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ബൗളിലിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ വെക്കാൻ പറ്റും. കുഞ്ഞുങ്ങളായിരുന്നു, വലുതായി. ഇപ്പം ഇനി കുഞ്ഞുങ്ങളാവാൻ പോവുക. പിന്നെ മാത്രമല്ല ബ്രീഡിങ്ങിനാണെങ്കിൽ ഇച്ചിരി ഒരു പായലും കൂടി ഇട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ അവർ തന്നെ ബ്രീഡായിക്കോളും. വലിയ നമുക്ക് എഫേർട്ട് ഇല്ലാണ്ട് ബ്രീഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നതിനാണ്. ആണല്ലേ. ഫീഡിന്റെ കാര്യം എങ്ങനെയാണ്? ഫീഡ് നമ്മൾ സാധാരണ ഞാനിവിടെ കൊടുക്കുന്നത് ജെനി 11 മൈക്രോ പെല്ലറ്റ്. ഇതാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത്. ഇതാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഇതിന്റെ വലിയ കാണിച്ചു തരാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. അമ്മൂട്ടി അതിൻ്റെ അകത്തുള്ളതൊന്നും എടുക്കാൻ. അപ്പൊ അതാണ് സാധാരണ കൊടുക്കാറ്. ഇത് കുറച്ച് നേരം കാണിക്കാമോ? വലിയ ബോട്ടിൽ എടുത്തോട്ടെ. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? ഭയങ്കര എളുപ്പമാണ്. നമുക്കിപ്പോൾ വൺസ് ഇൻ എ വൈൽ മന്ത്ലി വൺസ് എങ്ങാനും വെള്ളം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് കൊണ്ടുപോയി. വൺസ് ഇൻ എ മന്ത് ചേഞ്ച് ചെയ്താലും പ്രോബ്ലം ഒരു കുഴപ്പമില്ല. ലാവ റോക്കും കൂടെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ നല്ല നമ്മുടെ ഇയേഴ്സ് ഒക്കെ ഉള്ളത് കണ്ടോ? അതിന്റെ ആ ഇയേഴ്സിന്റെ ഭംഗിയാണ്. വലിയ ഇയേഴ്സ് ഉള്ളത്. ഇതാണ് ഗ്രോൺ അപ്പ് അഡൾട്ട്. കണ്ടോ? ഇതാണ് അഡൾട്ട്. ഇത് അഡൾട്ട് മെയിൽ. അതിന്റെ കണ്ടോ? അതിന്റെ ഫീച്ചേഴ്സ് ഫുള്ളി ഡെവലപ്ഡ് ആണ്. ആ ഒരു ഇയേഴ്സ്, ഡംബോ ഇയർ എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്തു. അതിന്റെ ആ ഒരു വാലും ചെവിയും എല്ലാം ആണ് അതിന്റെ. അപ്പൊ ഇതിന് നമ്മൾ സാധാരണ ഈ സംഭവം ഇതാണ് നമ്മൾ കൊടുക്കാറ്. ഇതിന്റെ വലിയ ബോക്സ് ഉണ്ടായിരുന്നു. ഇന്ന് അത് തീർന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഇപ്പൊ നന്നായിട്ട് നമ്മളിപ്പോ വൺ ടൈം ഫീഡ് കൊടുത്താലും നന്നായിട്ട് രണ്ട് രീതിയിൽ ഫീഡ് കൊടുക്കാം. ഒന്നുകില് ഇൻസ്റ്റന്റ് മൈക്രോബിറ്റ്സ് കൊടുക്കാം. അത് ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ ഇതിന് നല്ല സൈസ് കുറവായിരിക്കുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റും. അതല്ല എത്ര ദിവസമാണ് നമ്മളത് കൊടുക്കുന്നത് യൂഷ്വലി? ഇത് ദിവസം ഒരു നേരം, അല്ലെങ്കിൽ അതല്ല ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കൊടുക്കുന്നു പറഞ്ഞില്ലേ? കൊച്ചു കുട്ടികളായിരിക്കും. അപ്പം നമ്മൾ ബ്രീഡേഴ്സിന്റെ രീതിയിൽ നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് എപ്പോഴും ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വലുതായി കിട്ടിയാലേ കാര്യമുള്ളൂ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കുഞ്ഞുങ്ങളെ പെട്ടെന്ന് വലുതാക്കാനായിട്ടും കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് വരാനായിട്ടും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു 3 ടൈം ഫീഡ് കൊടുക്കണം. അത് ലൈവ് ഫുഡാണ് എപ്പോഴും നല്ലത്. അത് മൊയിനയോ അല്ലെങ്കിൽ നമ്മൾ ആർട്ടീമിയ വിരിയിച്ചതോ അങ്ങനെയൊക്കെയാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഇപ്പം മൊയിന എപ്പോഴും കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്. പിന്നെ ആർട്ടീമിയ ആണെങ്കിലും വിരിയിച്ച് കൊടുക്കുന്ന, അപ്പം അതല്ലെങ്കിൽ ആർട്ടീമിയയുടെ തന്നെ ബിറ്റ് കിട്ടും, അത് കലക്കിയിട്ട് കൊടുക്കാറുണ്ട്. അതാണെങ്കിലും പക്ഷെ അത് എന്താ അത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തോണം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ബൗളില് സെറ്റ് ചെയ്ത് വീട്ടിൽ വെച്ച് നോക്കുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഇന്ത്യൻ്റെ മൈക്രോബിറ്റ്സോ അല്ലെങ്കിൽ ഇതേൻ്റെ ജെനി 11 ഈ മൈക്രോ പെലറ്റ്സോ മതി. ഇത് രണ്ടെണ്ണം. ഇതാണെങ്കിൽ ഫൈറ്ററിനും കൊടുക്കാം കേട്ടോ. ഇതാണെങ്കിൽ ഫൈറ്ററിനും കൊടുക്കാം. അപ്പൊ ഇത് 2 എണ്ണം ഉണ്ടെങ്കിൽ ഇത് 2 എണ്ണം മതി. ഇത് നമ്മൾ റെഡ് ഡ്രാഗൺ പോലെ തോന്നുമെങ്കിലും ഇത് ചില്ലി മൊസൈക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ചില്ലി മൊസൈക്ക് ഡംബോ ഇയർ ആണ്. അപ്പം ഇതിന് കൊടുക്കുന്ന ഫീഡ് എന്ന് പറയണത് നീ ചോദിച്ചില്ലേ നേരത്തെ, ജീനി 11 ഒരു കുട്ടിയും ഒരു അമ്മയും അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ. ഈ സാധനം ഏതാണ്? ഇതാണ് ചില്ലി മൊസൈക്ക്. ഇതാണ് ചില്ലി മൊസൈക്ക്. അതിൻ്റെ ഡംബോ ഇയർ അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചില്ലി മൊസൈക്ക്. കണ്ടോ? നല്ല ഡംബോ ഇയർ ആണ്. നല്ല ഭംഗിയുള്ള ചെവിയൊക്കെയുള്ള നല്ല രസമുള്ള ടെയില് നല്ല ഭംഗിയല്ലേ നോക്ക്. ഇതൊക്കെ അഡൾട്ടാണ്. അത്യാവശ്യം നല്ല ഭംഗിയായി ഫീച്ചേഴ്സ് എല്ലാം തെളിഞ്ഞു വന്നതാണ്. ഇതാണ് അതിന് കൊടുക്കേണ്ടത് ജീനി 11 മൈക്രോ പെലറ്റ്സോ അല്ലെങ്കിൽ ഇൻഡാന്റെ മൈക്രോബിറ്റ്സോ. ഇത് രണ്ടിലേതെങ്കിലും കൊടുത്താൽ മതി. ഇത് നല്ല ഫീഡാണ്. ഇവിടെ ഫൈറ്ററും കൂടെ ഉള്ളവരാണെങ്കിൽ ഇത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഫൈറ്ററിന് ഇത് തന്നെ കൊടുത്താൽ. ഇതൊക്കെ ബ്രീഡ് ആവാറായി നിൽക്കുന്നതാണ് കണ്ടോ.